സൗദിയിലെത്തി ഫുട്ബോൾ ലോകത്തെ ആകെ മാറ്റിമറിച്ചെങ്കിലും കിരീടക്കണക്കിൽ റൊണാൾഡോ തൃപ്തനല്ല. ഒരു കിരീടം മാത്രമാണ് ഇക്കാലയളവിൽ റോണോയ്ക്ക് നേടാനായത്. ഇന്ന് സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ അൽ നസർ ഇറങ്ങുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. യൂറോപ്പിൽ നേടാവുന്നതെല്ലാം നേടിയാണ് റൊണാൾഡോ പുതിയ ലോകം സ്വപ്നം കണ്ട് അറേബ്യൻ മണ്ണിൽ കാലെടുത്തു വെച്ചത്. പിന്നാലെ ലോക ഫുട്ബോൾ സൗദിയിലേക്ക് ഒഴുകി. നെയ്മാറും ബെൻസേമയും സാദിയോ മാനയും എല്ലാം സൗദിയിൽ പന്ത് തട്ടി. പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ നിരവധി യുവതാരങ്ങളും സൗദി അറേബ്യയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. 2023 മുതൽ കളത്തിലുണ്ടെങ്കിലും ആദ്യ വർഷം നേടിയ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് ഒഴികെ മറ്റൊരു കിരീടവും റൊണാൾഡോയുടെ അക്കൗണ്ടിലില്ല. എന്നാൽ ഇത്തവണ റൊണാൾഡോയും അൽ നസറും രണ്ടും കൽപ്പിച്ചാണ്. സൗദി സൂപ്പർ കപ്പിൽ സെമിയിൽ ശക്തരായ അൽ ഇത്തിഹാദിനെ തകർത്താണ് റൊണാൾഡോയുടെ അൽ നസർ ഫൈനലിൽ ഇടം പിടിച്ചത്. സാദിയോ മാനെ 25-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിട്ടും ഇത്തിഹാദിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് അൽ നസർ തോൽപ്പിച്ചത്. ബെൻസേമ, കാൻഡെ അടക്കമുള്ള വൻ താരനിരക്കെതിരെ 10 പേരായി ചുരുങ്ങിയിട്ടും വിജയ ഗോൾ നേടാൻ കഴിഞ്ഞത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫൈനലിൽ അൽ നസറിനെ കാത്തിരിക്കുന്നത് AFC ജേതാക്കളായ അൽ അഹ്ലി FC ആണ്. മികച്ച ഫോമിലുള്ള അൽ അഹ്ലി സെമിയിൽ എതിരാളികളെ 1-നെതിരെ 5 ഗോളുകൾക്കാണ് തരിപ്പണമാക്കിയത്. ശക്തരായ അൽ അഹ്ലിയെ ഫൈനലിൽ നേരിടുമ്പോൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ മാനയുടെ സേവനമില്ലാത്തത് അൽ നസറിന് തിരിച്ചടിയാകും. റൊണാൾഡോയുടെ മിന്നും ഫോമിലാണ് ടീമിന്റെ പ്രതീക്ഷ. കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ റോണോയും സംഘവും ഇറങ്ങുമ്പോൾ ഹോങ്കോങ്ങിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.